നിങ്ങൾ സ്റ്റെപ്പർ വർക്കൗട്ട് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ സ്റ്റെപ്പർ മെഷീൻ എന്നല്ല, എൻ്റെ സ്റ്റെപ്പർ മെഷീനിൽ ഇപ്പോൾ നമുക്ക് അതിൽ ചെയ്യുന്ന വർക്കൗട്ടുള്ളത് ഇതേപോലൊരു പലകയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു പലകയാണ് യൂസ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ പലകയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സ്റ്റെയർ ഇല്ലാത്ത ഒരു വീടുണ്ടാവില്ലല്ലോ, അപ്പോൾ ആ സ്റ്റെയർ നിങ്ങൾക്ക് യൂസ് ആക്കാവുന്നേ ഉള്ളൂ. ഇനി അതും ഇല്ല, നിങ്ങൾക്ക് അത്രയും ഹൈറ്റിലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പലക ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചുടുകട്ടയോ മറ്റോ നമുക്ക് ഇതുപോലെ ഒരു അളവിൽ നമുക്ക് 2 കാലും വെക്കുന്ന രീതിയിൽ നമ്മൾ അത്രയും ഒരു നീളത്തിനും വീതിക്കൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ആക്കാവുന്നുള്ളൂ. ഒന്ന് റെഡിയാക്കി വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ആണിനായിരുന്നാലും പെണ്ണിനായിരുന്നാലും അത്രയും ഗുണമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള വർക്കൗട്ടുകളായതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ വയറ് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, വയറ് മാത്രം കുറയ്ക്കാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആവരുത് കേട്ടോ. ചെയ്യുന്ന വർക്കൗട്ടുകൾ ഇത് ഫസ്റ്റ് വരുന്ന വർക്കൗട്ട് ഇതാണ് കേട്ടോ. അത് ഇതേപോലെ കയറുക ഇറങ്ങുക എന്നുള്ള വർക്കൗട്ട് ഇതേപോലെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കുറച്ചുകൂടെ കാല് ബാക്കിൽ വരുന്ന കാല് കുറച്ചുകൂടെ അകലത്തിലോട്ടാണ് വയ്ക്കൽ. കണ്ടോ, ഫസ്റ്റ് ഞാൻ കാണിച്ചത് അങ്ങനെയല്ല, സെക്കൻഡ് വരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര വെച്ചാൽ അത്ര ചെയ്യാം. അപ്പോൾ ദിവസം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക തന്നെ വേണം. അത്രത്തോളം ഗുണമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും പറ്റുന്നില്ല, അപ്പോൾ വീക്കിലി ഒരു 3 ഡേയ്സോ അല്ലെങ്കിൽ 4 ഡേയ്സൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റിക്കുക. പോകെ ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്തൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ കാൽവണ്ണയുടെ മസിൽസാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവിടുത്തെ മസിൽസ് എപ്പോഴും സ്ട്രെങ്ത് ആക്കി വയ്ക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളെ ബോഡിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് നമ്മളെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നത് നമ്മളെ കാൽവണ്ണയുടെ മസിലാണ് കേട്ടോ. അതുകൊണ്ട് മനസ്സിലാക്കിയുള്ളൂ. അടുത്ത് വരുന്നത് ഇതുപോലെ ജമ്പ് ചെയ്യുന്നതാണ് പുറയിലേക്ക്. ഇപ്പോൾ ജമ്പ് ചെയ്യാൻ പറ്റാത്തൊരാരും ഉണ്ടാവില്ല, കാരണം ഇത് അത്യാവശ്യം കുഞ്ഞായിട്ടുള്ളൊരു ജമ്പിങ്ങാണ്. തീരെ നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങളെ ഫസ്റ്റ് കാണിച്ച് നടക്കുന്ന മാത്രം എടുക്കുകയെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് അത്ര വലിയ ഹെവി ആയിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ പിന്നെ അതുപോലെ നമ്മുടെ വയറ് കുറയ്ക്കാൻ നല്ലതാണ്. പിന്നെ ഏറ്റവും വെച്ചാൽ നമ്മളെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഏറ്റവും മികച്ചൊരു വർക്കൗട്ട്, ഇതൊരു എയറോബിക് വർക്കൗട്ടാണ്, കാർഡിയോ വർക്കൗട്ടാണ്. അതുപോലെ നമ്മുടെ കാലുകൾക്ക്, നമ്മളെ തുടകൾക്ക്, അതുപോലെ ഞാൻ പറഞ്ഞ നമുക്ക് വയറിന് അത്രത്തോളം, അതുപോലെ ഫുൾ ബോഡി ഫാറ്റ് ബേണിങ് കൂടെയാണ്. അത്രത്തോളം കലോറി എരിക്കാനുള്ളൊരു കഴിവ് നമ്മുടെ ഈ വർക്കൗട്ടിനുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നമ്മൾ എന്നിട്ട് വലത് കാലാണ് പൊക്കുള്ളെങ്കിൽ വലത് കാല് വെച്ച് കയറുക, ഇടത് കാലാണ് പൊക്കേണ്ടെങ്കിൽ ഇടത് കാല് വെച്ച് കയറുക. അല്ലെങ്കിൽ എല്ലാ ടൈമിലും വലത് കാല് വെച്ച് കയറിയിട്ട് അതിൻ്റെ മണ്ടയിൽ കയറി നിന്നിട്ട് ഇടതും വലുതും പൊക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ വലത് കാലാണെങ്കിൽ വലത് കാലം എടുക്കുക, ഇടത് കാലാണെങ്കിൽ ഇടത് കാലം വെച്ച് കയറിയിട്ട് എടുക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചത് എല്ലാ വർക്കൗട്ടും വളരെ സ്പീഡ് കുറച്ചാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നല്ല സ്പീഡിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ അത്രയും സ്പീഡ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കണമെന്ന് പറ്റില്ല. അപ്പോൾ നിങ്ങൾ എല്ലാം ഒരു മിതമായ രീതിയിൽ തുടങ്ങിക്കോളൂ. ഇതുപോലെ സ്ലോയിൽ തന്നെ ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് ചെയ്യാം. അത്രത്തോളം ഏറ്റവും നല്ലതാണ്. കാരണം പറഞ്ഞത് കലോറി ബേൺ ചെയ്യാൻ നല്ലതാണ്, ശരീരഭാരം കുറയ്ക്കാൻ നല്ലതാണ്, നമ്മുടെ മസിൽസ് എല്ലാം സ്ട്രെങ്ത് ആവും. ഞാൻ പറഞ്ഞ ഒരു 2 മന്തൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാവുന്നതുള്ളൂ കേട്ടോ. നമുക്ക് നല്ല ബാലൻസ് വരും, കാലിൻ്റെ മസിൽസൊക്കെ നല്ല സ്ട്രെങ്തനായിട്ട് നിലനിൽക്കും കേട്ടോ. നോർമലി നമ്മൾ നടക്കുന്ന വ്യായാമം ഏറ്റവും നല്ലതാണ്. നമ്മൾ നടക്കുന്നതിനെക്കാട്ടിലും ഒത്തിരി കൂടെ തീവ്രത കൂടിയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്ന ഈ വർക്കൗട്ട്. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുക എന്നുള്ളത് നമ്മൾ അത്രത്തോളം തീവ്രത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കലോറി കുറച്ചധികം ബേൺ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഒട്ടും മടിക്കാണ്ട് ചെയ്തോളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വർക്കൗട്ടുകളായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.